നമസ്കാരം. പാഠശാലയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ഇന്ന് ഈ പാർട്ടിൽ പ്രധാനമായും എല്ലാവിധ ദർപ്പണങ്ങളുടെയും മിറേഴ്സിൻ്റെയും അതിലെങ്ങനെയൊക്കെയാണ് റിഫ്ലക്റ്റ് ചെയ്യുക, എങ്ങനെയൊക്കെയാണ് ഇമേജ് ഫോം ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും. അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ, അതുപോലെ ദർപ്പണത്തിൻ്റെ ഇക്വേഷൻ, മിററിൻ്റെ ഇക്വേഷനെ പറ്റിയിട്ടും നമ്മൾ നോക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു പ്ലെയിൻ മിറർ എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് കോൺകേവ് മിററും അതുപോലെ കോൺവെക്സ് മിററും എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. അത് ഡിഫറെൻറ്റ് പൊസിഷനിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് കോൺകേവ് മിറർ എടുക്കാം. കോൺകേവ് മിററിൽ സപ്പോസ് നമുക്കറിയാം ഒരു മിററിൻ്റെ പോൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം അതിനൊരു സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ടാവും, അതുപോലെ തന്നെ ഫോക്കസ് പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഈ വ്യത്യസ്ത പോയിൻറ്റുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് വയ്ക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഏത് വസ്തു എവിടെയാണ്, അതായത് വസ്തു നമ്മൾ ഈ പോയിൻറ്റുകളിലാണ് വയ്ക്കുന്നത്, ഒബ്ജക്റ്റ് ഈ പോയിൻറ്റുകളിലാണ് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൽ വയ്ക്കുമ്പോൾ ഇമേജ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇൻഫിനിറ്റിയിലാണ്, നമ്മുടെ വസ്തു ഇൻഫിനിറ്റിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പ്രതിബിംബം ഇമേജ് എവിടെ ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇമേജ് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെന്നുണ്ടെങ്കിൽ റേ എന്ത് ചെയ്യും, കോൺകേവ് മിററിൽ തട്ടിയിട്ട് ഫോക്കസിൽ കൂടെ കടന്നു പോകും. രണ്ട് ഭാഗത്തു നിന്നുള്ള ഇമേജ് റേസും ഫോക്കസിൽ കൂടെയാണ് കടന്നു പോകുക. അപ്പോൾ ഇമേജ് ഫോം ചെയ്യുക എവിടെയാണ്, ഫോക്കസിലാണ് ഫോം ചെയ്യുക. ആ ഇമേജിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, നമ്മൾ വസ്തുവിനേക്കാളും ചെറുതായിരിക്കും, പക്ഷേ റിയലായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ഇമേജ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അത് മനസ്സിലായില്ല, ഇൻഫിനിറ്റിയിലാണെങ്കിൽ ലൈൻ ഏതിൽ കൂടെ കടന്നു പോകും, ഫോക്കസിൽ കൂടെ കടന്നു പോകും. അപ്പോൾ ഇമേജ് എവിടെ ഉണ്ടാവും, ഫോക്കസിലുണ്ടാവും. ഇത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഫോക്കസിൽ കൂടെ കടന്നു പോകും, അതുകൊണ്ട് ഇമേജ് ഫോക്കസിലുണ്ടാവും. ഇനി അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീനേക്കാളും, അതായത് സെൻറ്റർ ഓഫ് കർവേച്ചറിനേക്കാളും കുറച്ച് പിന്നിലായിട്ട് വയ്ക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇമേജ് എങ്ങനെയായിരിക്കും ഫോം ചെയ്യുക, അതായത് സപ്പോസ് നമ്മുടെ ഇമേജ് ബി എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു റേ എങ്ങനെ പോവും, സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പോവും, അത് അതിൽ കൂടെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യും, നമ്മൾക്കറിയാം. അതുപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ ടിപ്പിൽ നിന്ന് വേറൊരു റേ എങ്ങനെ പോവും, കോൺകേവ് മിററിൽ തട്ടിയിട്ട് ഫോക്കസിൽ കൂടെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് റേയും കൂടെ ജോയിൻ ചെയ്യുന്ന ഭാഗത്താണ് നമുക്ക് എങ്ങനെ കിട്ടുക, ഇമേജ് കിട്ടുക. അപ്പോൾ നമുക്ക് ചിത്രത്തിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ബി ഡാഷ് എ ഡാഷ് എന്ന് പറഞ്ഞ ഇമേജ് നമുക്ക് കിട്ടി. അതെങ്ങനെയാണ്, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജാണ്. പിന്നെ നമ്മൾ ഒബ്ജക്റ്റിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, വസ്തുവിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഇമേജിൻ്റെ സൈസ് കുറവാണ്. അപ്പോൾ അത്രയാണ് ആ ഇമേജസിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തൊക്കെയാണ്, ഇമേജ് മിററിൻ്റെ ഫ്രണ്ടിലാണ് ഉണ്ടായിട്ടുള്ളത്, അതായത് യഥാർത്ഥമാണ് ഇമേജ്, ഇൻവേർട്ടഡ് ആണ്, അതായത് റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ആണ്, ഡിമിനിഷ്ഡ് ആണ്, അതായത് ഒബ്ജക്റ്റിനേക്കാളും ചെറുതാണ്. അപ്പോൾ അത്രയാണ് ഒബ്ജക്റ്റ് സിയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് വെച്ച് കഴിഞ്ഞാലുള്ള പോയിൻറ്റ്സ്. ഇനി അടുത്തത് ഒബ്ജക്റ്റ് നമ്മുടെ വസ്തു സിയിൽ തന്നെ വെച്ചു. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അതായത് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ബി എ എന്നുള്ള ഒബ്ജക്റ്റിൻ്റെ ടിപ്പിൽ നിന്ന് റേ പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു റേ ഫോക്കസിൽ കൂടെയും പോകുന്നുണ്ട്. ടിപ്പിൽ നിന്ന് പോയ റേ റിഫ്ലക്റ്റ് ചെയ്ത് ഫോക്കസിൽ കൂടെ പോകണു, അതും ഈ ഫോക്കസിൽ കൂടെ പോയ റേ റിഫ്ലക്റ്റ് ചെയ്തിട്ട് നേരെ പാരലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് റേയും കൂട്ടിമുട്ടുന്ന സ്ഥലത്താണ് നമുക്ക് എന്തുണ്ടാവുക, ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ ആ കൂട്ടിമുട്ടിയ പോയിൻ്റ് എവിടെയാണ്, കറക്റ്റ് നമ്മുടെ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസമുള്ളത്, തലകീഴായിട്ടാണ് ഫോം ചെയ്തത്. അവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം, സെൻറ്റർ ഓഫ് കർവേച്ചറിൽ ബി ഡാഷ് എ ഡാഷ് എന്നുള്ള പേരിൽ ഇൻവേർട്ടഡ് ആയിട്ടൊരു ഇമേജ് ഫോം ചെയ്തു. അപ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെ തന്നെ ആയിരിക്കും, സെൻറ്റർ ഓഫ് കർവേച്ചറിൽ തന്നെ ആയിരിക്കും. പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇൻവേർട്ടഡ് ആയിരിക്കും ഇമേജ്, സെയിം സൈസ് ആയിരിക്കും, റിയൽ ഇമേജ് ആയിരിക്കും, യഥാർത്ഥമായിരിക്കും, അതുപോലെ തന്നെ തലകീഴായതായിരിക്കും, ഒരേ വലുപ്പമായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ ഒബ്ജക്റ്റ് വെച്ചുള്ള കാര്യങ്ങൾ. ഇനി അടുത്തത് നമുക്ക് നോക്കാം, നമ്മുടെ ഒബ്ജക്റ്റ് വയ്ക്കുന്നത് എഫിനും പോളിനും ഇടയിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇമേജിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ റേ മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ ടിപ്പിൽ നിന്ന് മറ്റൊരു റേ നമ്മുടെ പോളിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ രണ്ട് റേയും നമ്മൾ പിന്നിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്ന പോലെ തോന്നും. ആ പോയിന്റിലാണ് നമുക്ക് ഇമേജ് ഉള്ളതായിട്ട് തോന്നുക, അതായത് മിററിൻ്റെ പിന്നിലാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യുക. അവിടെ നോക്കി കഴിഞ്ഞാൽ ബി ഡാഷ് എ ഡാഷ് എന്നുള്ളൊരു ഇമേജ് കാണാം. അതായത് ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന റേസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ജോയിൻ ചെയ്തു.
അപ്പോൾ ബി ഡാഷ് എ ഡാഷ് എന്നുള്ള പേരിൽ നമുക്ക് ഇമേജ് കാണാം. ആ ഇമേജിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം. അതെന്താണ്? മിററിൻ്റെ പിന്നിലാണ് ഫോം ചെയ്യുന്നത്. അതായത് അത് മിഥ്യയാണ്, അതായത് വെർച്വൽ ഇമേജാണ്. പിന്നെ സ്ട്രെയിറ്റ് ഇമേജാണ് നമുക്ക് കിട്ടുക, നിവർന്ന പ്രതിബിംബമാണ് കിട്ടുക. അതുപോലെ തന്നെ മാഗ്നിഫൈഡ് ആയിരിക്കും, ഒബ്ജക്റ്റിനേക്കാളും ഇമേജിന് വലിപ്പം കൂടുതലായിരിക്കും. അതിനാണ് നമ്മൾ മാഗ്നിഫൈഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന ഇമേജ് വലിപ്പം കൂടിയതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോൺകേവ് മിററിൽ ഇമേജ് ഫോം ചെയ്യുന്നത്, അതായത് ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൽ ഇമേജ് ഫോം ചെയ്യുന്ന അതിൻ്റെ പ്രത്യേകതകൾ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൺവെക്സ് മിററാണ്. കോൺവെക്സ് മിററിൽ എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് നോക്കാം. കോൺവെക്സ് മിററിൽ നമ്മുടെ ഒബ്ജക്റ്റ് എവിടെയായിരുന്നാലും ഇമേജ് ഫോം ചെയ്യുക ഇത് മിററിൻ്റെ പിന്നിൽ തന്നെയാണ്. ആ ഇമേജിന് എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഫോം ചെയ്ത ഇമേജ് മിററിൻ്റെ പിന്നിൽ ചെറുതായിരിക്കും, ചെറിയ ഇമേജ് ആയിരിക്കും എപ്പോഴും ഫോം ചെയ്യുക. അത് പോളിനും ഫോക്കസിനും ഇടയിൽ തന്നെയായിരിക്കും. അപ്പോൾ കോൺവെക്സ് മിററിൽ ഒബ്ജക്റ്റ് എവിടെ തന്നെ ആയിരുന്നാലും ഇമേജ് ഫോം ചെയ്യുക പോളിനും ഫോക്കസിനും ഇടയിലാണ്. അത് എങ്ങനെയുള്ള ഇമേജ് ആയിരിക്കും? സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും, വെർച്വൽ ഇമേജാണ്, അതുപോലെ തന്നെ ഡിമിനിഷ്ഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് കോൺവെക്സ് മിററിൽ ഇമേജ് ഫോം ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് എവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോളിനും ഫോക്കസിനും ഇടയിൽ നമുക്ക് വിർച്വൽ ആയിട്ടുള്ളൊരു ഇമേജ് കിട്ടും. അതാണ് കോൺവെക്സ് മിറർ. അടുത്ത ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിറർ ഇക്വേഷനും ഫോക്കൽ ലെങ്ത്തുമാണ്. അതായത് ദർപ്പണത്തിന് ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യാണ്, അതായത് അതിൻ്റെ ഫോക്കൽ ലെങ്ത്തും അതുപോലെ തന്നെ കുറച്ച് പാരാമീറ്ററും വെച്ച് നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്യാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്, അതുപോലെ നമ്മളൊരു കോൺകേവ് മിറർ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഇമേജ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടൊരു സർഫേസും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സെറ്റപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഒബ്ജക്റ്റിനെ പല പൊസിഷനിൽ വെച്ച് ആ ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ദൂരവും അതുപോലെ തന്നെ ഒബ്ജക്റ്റും ഇമേജ് അവിടെ പ്രതിബിംബം തമ്മിലുള്ള ദൂരവും അളക്കുക. അങ്ങനെ അളന്ന് അതുപോലെ തന്നെ ഫോക്കസ് ലെങ്ത്തും നമ്മൾ അളക്കുക, ഫോക്കൽ ദൂരവും നമ്മൾ അളക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ദൂരവും അതുപോലെ തന്നെ മിററും ഇമേജും തമ്മിലുള്ള ദൂരവും ഫോക്കൽ ലെങ്ത്തും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാവും. ആ റിലേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഈ ചിത്രം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഒബ്ജക്റ്റ്, ഇത് നമ്മുടെ മിറർ, കോൺകേവ് മിറർ, ഇവിടെയാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ദൂരത്തിന് നമ്മൾ യു എന്ന് മാർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇമേജും മിററും തമ്മിലുള്ള, അതായത് പോള് വരെയുള്ള ദൂരമാണ്, വരെയുള്ള ദൂരത്തിന് നമ്മൾ എന്ത് മാർക്ക് ചെയ്യും? വി എന്ന് മാർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് ഫോക്കസിലേക്കുള്ള ദൂരമാണ്, പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത്ത് എഫ് എന്ന് നമ്മൾ മാർക്ക് ചെയ്യും. അപ്പോൾ ഈ 3 പാരാമീറ്ററും വെച്ചിട്ട് നമുക്ക് റിലേഷൻ എഴുതാൻ പറ്റും. അതാണ് എഫ് ഈക്വൽ ടു യു ഇൻറ്റു വി ഡിവൈഡ് ബൈ യു പ്ലസ് വി. അല്ലെങ്കിൽ നമുക്ക് വേറൊരു തരത്തിൽ എഴുതാം, 1/f ഈക്വൽ ടു 1/u പ്ലസ് 1/v എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ 2 തരത്തിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം, രണ്ടും സെയിം തന്നെയാണ്. ഇതിൽ വേറൊരു കാര്യം പഠിക്കാനുള്ളത് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനാണ്, അതായത് കാർട്ടീഷ്യൻ ചിഹ്ന രീതി. ഈ ലെങ്ത്തിന് പോസിറ്റീവ് ഇടണോ നെഗറ്റീവ് ഇടണോ എന്നുള്ളത് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ വെച്ചാണ് നമ്മൾ പറയാം. അതായത് മിററിൻ്റെ വലത്തോട്ടുള്ളതിനൊക്കെ ഡിസ്റ്റൻസിനൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും, മിററിൻ്റെ പോളിൽ നിന്ന് വലത്തോട്ടുള്ളതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കും, അതുപോലെ മിററിൻ്റെ ലെഫ്റ്റിലേക്കുള്ളതൊക്കെ നെഗറ്റീവായിട്ട് എടുക്കും. അപ്പോൾ സപ്പോസ് ഇവിടെയാണ് ഒബ്ജക്റ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത് മൈനസ് ആയിട്ടായിരിക്കും എടുക്കേണ്ടത്, ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമേജിലേക്കുള്ള ലെങ്ത്ത് പോസിറ്റീവായിട്ട് എടുക്കും. അപ്പോൾ റൈറ്റ് സൈഡിലേക്കുള്ളതൊക്കെ പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിലേക്കുള്ളതൊക്കെ നെഗറ്റീവ്. അതുപോലെ തന്നെ വേറൊരു കാര്യം നോക്കാനുള്ളത്, മുകളിലേക്കുള്ളതൊക്കെ പോസിറ്റീവ് എടുക്കും, അടിയിലേക്കുള്ള ഡിസ്റ്റൻസൊക്കെ നെഗറ്റീവായിട്ട് എടുക്കും. അതായത് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്, വസ്തുവിൻ്റെ ഹൈറ്റ്, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് HO എന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുക, ഇമേജിൻ്റെ ഹൈറ്റ് HI എന്നാണ് മാർക്ക് ചെയ്യുക, അതായത് പ്രതിബിംബത്തിൻ്റെ ഹൈറ്റ് HI. അപ്പോൾ മുകളിലേക്കല്ല ഒബ്ജക്റ്റ് ഉള്ളത്, അപ്പോൾ അതിൻ്റെ ഹൈറ്റ് പോസിറ്റീവായിട്ട് എടുക്കണം, താഴേക്കാണ് ഇമേജ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റ് നെഗറ്റീവായിട്ട് എടുക്കണം. അതാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഫോക്കസും യുവും വിയും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു. അപ്പോൾ നമുക്ക് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനും അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള പ്രോബ്ലം തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതൊന്ന് നോക്കാം. അതായത് ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ, ഒരു കോൺകേവ് മിററിന് ഫ്രണ്ടിൽ ഒരു
വസ്തു വെച്ചു. 30 സെൻറ്റിമീറ്റർ അകലത്തിലാണ് വെച്ചത്. അപ്പോൾ കണ്ടു 20 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു ഇമേജ് ഫോം ചെയ്തു, പ്രതിബിംബം ഫോം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ദൂരം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ള ഡിസ്റ്റൻസ്, അതിന് നമ്മൾ എന്ത് പറയുക, വസ്തു വെച്ചിട്ടുള്ള ദൂരം തന്നിട്ടുണ്ട്, 30 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതായത് ഇതാണ് നമ്മുടെ മിറർ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് 30 സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഒബ്ജക്റ്റ് വെച്ചത്. അപ്പോൾ ഇത് 30 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ യു എന്താണെന്ന് തന്നിട്ടുണ്ട്, 30 തന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലല്ലേ, അതുകൊണ്ട് നെഗറ്റീവ് ഇടണം. 30 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി വി തന്നിട്ടുള്ളത് എത്രയാണെന്നുണ്ട്, 20 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ വി കോൺകേവ് മിററാണ്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെയാണ് ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ ഡിസ്റ്റൻസ് വി എങ്ങനെയാണ്, സപ്പോസ് ഇവിടെയാണ് ഫോം ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ വി. അപ്പോൾ അതെന്തായിരിക്കും, മൈനസ് തന്നെ ആയിരിക്കും. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് മൈനസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫോക്കസ് ദൂരം കണ്ടുപിടിക്കുക ഇക്വേഷൻ അറിയാം, യു ഇൻറ്റു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി ആണെന്നറിയാം. അപ്പോൾ എന്താണ്, -30 ഇൻറ്റു -20 ഡിവൈഡഡ് ബൈ -30 പ്ലസ് -20. പ്ലസ് മൈനസ് ആയി കഴിഞ്ഞാൽ നമുക്ക് മൈനസ് തന്നെ എഴുതാം. അപ്പോൾ 30 - 20 എന്ന് എഴുതാം. അപ്പോൾ എന്ത് തോന്നുന്നു, 600 അല്ലേ, 600 ഡിവൈഡഡ് ബൈ -50 എന്ന് തോന്നുന്നു. അപ്പോൾ എന്ത് തോന്നുന്നു, -12 cm എന്ന് തോന്നുന്നു. അതായത് ഫോക്കസ് എന്താണ്, മൈനസാണ് വന്നത്. അപ്പോൾ മിററിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഫോക്കസ് മാർക്ക് ചെയ്യുക. 12 സെൻറ്റിമീറ്റർ ലെഫ്റ്റിലേക്ക് മാറിയിട്ടായിരിക്കും ഫോക്കസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഫോക്കൽ ദൂരം, -12 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇനി നമുക്ക് മാഗ്നിഫിക്കേഷൻ എന്താ നോക്കാം, അതായത് ആവർധനം എന്താണെന്ന് നോക്കാം. ആവർധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ നമുക്കറിയാം, കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇതാണ്, OB എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അതായത് വസ്തു ഉണ്ട്. നമുക്കൊരു ഇമേജ് ഫോം ചെയ്തു. ഇമേജ് ഫോം ചെയ്തത് ഇങ്ങനെ ഇത്രയും വലിയൊരു ഇമേജാണ് കിട്ടിയത്. സപ്പോസ് IM എന്നാണെന്ന് വിചാരിക്കുക നമ്മുടെ ഇമേജിൻ്റെ പേര്. അങ്ങനെയാണെങ്കിൽ ഇമേജിൻ്റെ ഹൈറ്റ് നമ്മൾ പഠിച്ചു HI എന്നാണ് എടുക്കുക, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് നമ്മൾ പഠിച്ചു HO എന്നാണ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ HI ഡിവൈഡ് ബൈ HO എന്നുള്ള ടൈം ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ M അല്ലെങ്കിൽ ആവർധന M എന്ന് പറയാം. അതായത് സപ്പോസ് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക, കിട്ടിയ ഇമേജിൻ്റെ ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്തായി, 10 ഡിവൈഡ് ബൈ 5 2 എന്ന് കിട്ടി. അതായത് മാഗ്നിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, എത്ര മടങ്ങാണ് ഇമേജ് വലുതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2 അല്ലേ കിട്ടിയത്, അപ്പോൾ ഒബ്ജക്റ്റിനേക്കാളും 2 മടങ്ങ് വലുതാണ് ഇമേജ് കിട്ടിയത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 5ൻ്റെ 2 മടങ്ങാണ് ഇമേജ്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നുള്ളൂ മാഗ്നിഫിക്കേഷൻ കൊണ്ട്, എത്ര കണ്ട് മടങ്ങി, എത്ര കണ്ട് വലുതായി എന്നുള്ളത്. അപ്പോൾ സപ്പോസ് ഇനിയിപ്പോൾ നെഗറ്റീവ് കിട്ടിയെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, അപ്പോൾ ഇതുപോലെ തന്നെ എഴുതാം, -10 ഡിവൈഡ് ബൈ 5 എന്ന് എഴുതാം. -2 ആണ് മാഗ്നിഫിക്കേഷൻ, അത്ര -2 ടൈംസ് ആണ് അതിൻ്റെ വ്യത്യാസം വരിക. അപ്പോൾ അത്രയാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മാഗ്നിഫിക്കേഷനും ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസും, അതുപോലെ തന്നെ പ്രതിബിംബവും മിററും തമ്മിലുള്ള, ഇമേജും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ ആ റിലേഷൻ്റെ ഒരു പ്രൂഫും ഞങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്നൊന്ന് ആ പ്രൂഫും കൂടെ ഒന്ന് നോക്കി പോവാം. മലയാളം മീഡിയം കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ പ്രൂഫിൽ ചെറിയൊരു എറർ ഉണ്ട്, അത് ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയില്ല പുതിയ ടെക്സ്റ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, ഞാൻ നോക്കിയ ടെക്സ്റ്റിൽ അതൊരു എററായിട്ട് കണ്ടു. അപ്പോൾ നമുക്ക് ആ പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ തന്നിരിക്കുന്ന ചിത്രം കൺസിഡർ ചെയ്യുക. അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, OB എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റ് വസ്തു, അത് സിയുടെ അപ്പുറത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്, ഇമേജ് എവിടെ ഫോം ചെയ്യും, സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഫോക്കസിനും ഇടയിലാണ് ഫോം ചെയ്യുക. ആ ഇമേജിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, അത് തലകീഴായതായിരിക്കും, കുറച്ച് ഡിമിനിഷ്ഡ് ആയിരിക്കും, അതായത് ചെറുതായിരിക്കും ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ റേ ഡയറൊക്കെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളതിൽ കൺസിഡർ ചെയ്യുക, 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഈ ചിത്രത്തിൽ നിന്ന് ട്രയാങ്കിൾ OBPയും കൺസിഡർ ചെയ്യുക, അതുപോലെ തന്നെ ട്രയാങ്കിൾ IMPയും കൺസിഡർ ചെയ്യുക. ഏതൊക്കെയാണ്, ട്രയാങ്കിൾ OBPയും കൺസിഡർ ചെയ്യുക, അതുപോലെ തന്നെ ട്രയാങ്കിൾ IMPയും കൺസിഡർ ചെയ്യുക. ചിത്രത്തിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ട്രയാങ്കിൾ, ഈ 2 ട്രയാങ്കിളിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒന്ന് 90 ഡിഗ്രിയാണ്, ആംഗിൾസ് സെയിം ആണ്, റിഫ്ലക്റ്റ് ചെയ്യണതല്ലേ. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ആംഗിളും സൈഡൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ്, ഈ ട്രയാങ്കിൾസ് സിമിലർ ട്രയാങ്കിൾസ് ആണ്, സദൃശ്യ ത്രികോണങ്ങളാണ്.
അപ്പോൾ സദൃശ്യ ത്രികോണങ്ങളിൽ നമുക്ക് റേഷ്യോ എങ്ങനെ എഴുതാൻ പറ്റും? അതിൻ്റെ വശങ്ങൾ ഒരേപോലുള്ള വശങ്ങളുടെ റേഷ്യോ ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആ രണ്ട് ത്രികോണങ്ങൾ ബന്ധപ്പെടുത്തി എഴുതുകയാണെങ്കിൽ ഒബ്ജക്റ്റ് ഡിവൈഡഡ് ബൈ ഇമേജ്, അതായത് ഒ ബി ഡിവൈഡഡ് ബൈ ഐ എം എന്നുള്ളത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഒ പി ഡിവൈഡഡ് ബൈ ഐ പിക്ക് ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഐ എം ഡിവൈഡഡ് ബൈ ഒ ബി ഈക്വൽ ടു ഐ പി ഡിവൈഡഡ് ബൈ ഒ പി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എഴുതാം. ഇമേജിൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്, അതാണ് മാഗ്നിഫിക്കേഷൻ. നമുക്കറിയാം അതിലേക്കുള്ള ആണ് നമ്മൾ അതിൻ്റെ പ്രൂഫിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈക്വൽ ടു ഓരോന്നിൽ നിന്നും പോളിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ഐ പി ഡിവൈഡ് ബൈ മറ്റേ ട്രയാങ്കിളിൽ നിന്ന് പോളിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? ഒ പി ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഐ എം എന്നുള്ളത് എന്താണ്? നമുക്കറിയാം ഇമേജിൻ്റെ ഹൈറ്റാണ്. അതിന് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? എച്ച് ഐ എന്ന് കൊടുത്തുകൂടെ? ഒ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റാണ്, അതിന് നമുക്ക് എച്ച് ഒ എന്ന് കൊടുക്കാം, ആണല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജിൽ നിന്ന് പോളിലേക്കുള്ള ദൂരമാണ്, അതിന് നമുക്ക് വി എന്ന് കൊടുത്തുകൂടെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൽ നിന്ന് മിററിലേക്കുള്ള ദൂരമാണ്, അതിന് നമ്മൾ യു എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇങ്ങനെ എഴുതിക്കൂടെ നമുക്ക് എച്ച് ഐ ഡിവൈഡ് ബൈ എച്ച് ഒ ഈക്വൽ ടു വി ബൈ യു എന്ന് കൊടുക്കാം. ഇനി നമ്മൾ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇമേജ് ഫോം ചെയ്ത് തലകീഴായിട്ടാണ്, അതായത് അടിയിലേക്കാണ്. അപ്പോൾ ഇമേജിന് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കണം. എച്ച് ഐ എന്നുള്ളത് നെഗറ്റീവ് ആയിരിക്കും. ഒബ്ജക്റ്റ് എങ്ങനെയാണ്? നിവർന്ന് തന്നെയാണ് ഇരിക്കുന്നത്, അപ്പോൾ ഒബ്ജക്റ്റിന് പോസിറ്റീവ് തന്നെ കൊടുക്കുക. ഇനി വി നോക്കി കഴിഞ്ഞാൽ മിററിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ്, അപ്പോൾ വിക്ക് എന്ത് കൊടുക്കണം? നെഗറ്റീവ് കൊടുക്കണം. യു അത് എങ്ങനെയാണ്? അതായത് ഇമേജ് ഉണ്ടായിട്ടുള്ളത് നെഗറ്റീവ് സൈഡിലാണ്, അതുപോലെ തന്നെ യു ഉണ്ടായിട്ടുള്ളത് എന്താണ്? നെഗറ്റീവ് സൈഡിലാണ്. അപ്പോൾ മൈനസ് വി ബൈ യു എന്ന് വന്നു, അതായത് മൈനസ് എച്ച് ഐ ബൈ എച്ച് ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ബൈ യു എന്ന് വന്നു. മൈനസും മൈനസും ക്യാൻസലായി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നേരത്തെ പറഞ്ഞു, മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജിൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്തിന് നമുക്ക് എന്ത് പറയാം? മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ ഇവിടേക്ക് എടുത്ത് എഴുതുന്നുണ്ട് മൈനസ് എം ഈക്വൾ ടു വി ബൈ യു എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് മൈനസിന് അപ്പുറത്ത് കൊണ്ടുപോയി എങ്ങനെ എഴുതാം? എം ഈക്വൾ ടു മൈനസ് വി ബൈ യു എന്ന് എഴുതാം. അതായത് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷനാണ് എം ഈക്വൾ ടു മൈനസ് വി ബൈ യു. അല്ലെങ്കിൽ എം ഈക്വൾ ടു എച്ച് ഐ ഡിവൈഡ് ബൈ എച്ച് ഔട്ടെന്നും എച്ച് ഐ ഡിവൈഡ് ബൈ എച്ച് ഒ എന്നും എഴുതാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടുമാണ് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ ആദ്യം തൊട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചു, അതുപോലെ തന്നെ മിററിൽ എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കോൺകേവ് മിററിലും അതുപോലെ തന്നെ കോൺവെക്സ് മിററിലും ഇമേജ് എങ്ങനെയൊക്കെ ഫോം ചെയ്യണം എന്നുള്ളത്, അതായത് ഓരോ പൊസിഷനിൽ വയ്ക്കുമ്പോൾ എങ്ങനെയൊക്കെ ഫോം ചെയ്യണം എന്നുള്ളത് പഠിച്ചു. അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ പഠിച്ചു, മിററിൻ്റെ ഇക്വേഷൻ പഠിച്ചു, അതായത് ആവർത്തനവും ദർപ്പണത്തിൻ്റെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിലെ പ്രോബ്ലമായിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.